ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഉംറ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോയിലുള്ളത് നമ്മൾ ഉംറ ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പറയുന്നത് ഉംറ ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം നമ്മൾ മെയിനായിട്ട് എന്തിനാണ് അവിടെ പോകുന്നത്, ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കുമല്ലേ, അങ്ങനെ വീഡിയോ എടുത്ത കുറേ വീഡിയോസാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. ഇതൊരു സുബഹിൻ്റെ നേരത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇരുന്നിട്ട് ബാങ്കൊക്കെ കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇക്കാമത്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായതാണ്. പിന്നെ നിസ്കരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു തവാഫ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് ആകാശം നോക്കിയാൽ കാണാൻ പറ്റും, സൂര്യന് ഇങ്ങനെ വരുന്നതിന് മുമ്പുള്ള ആ ഒരു വെളിച്ചമാണത്. ക്ലോക്ക് ടവറിൽ നോക്കിയാൽ നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു നേരത്തൊക്കെ തവാഫ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഏത് സമയത്തായാലും നല്ല രസം തന്നെയാണ്. കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത് ഒരു സൂര്യൻ നല്ലോണമുള്ള ഒരു ടൈം, അതായത് ലുഹർ ആ ഒരു ടൈമിലാണ്. മറ്റേ ചാലൊക്കെ പ്രയാസമില്ലാതെ നമുക്ക് നല്ല പാല് തവാഫൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു തവാഫ് ചെയ്തിട്ടായിട്ട് പിന്നെ റൂമിലേക്ക് പോയതാണ്. ഇത് ഫസ്റ്റ് ഡേ ഒന്നല്ല, ഇത് നമ്മളിങ്ങനെ സാധാരണ പോകുമ്പോഴുള്ള ഒരു ഡേയിലത്തെ എടുത്തതാണ്. ഇത് ഞങ്ങളെ മക്കത്തുള്ള റൂമിലത്തെ ഒരു TV ആണ്. ഇതിൽ നമുക്ക് കഅബ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ TV നോക്കിയിട്ട് പോകാനും പറ്റും. TVയിൽ കുറച്ച് ആളുണ്ടെങ്കിൽ നമുക്കന്ന് പോവാം അങ്ങനെയൊക്കെ. പക്ഷേ അവിടെ എത്തുമ്പോൾ എന്തായാലും ആൾക്കാരുണ്ടാകും. ഇത് നമ്മൾ ഐഷ പള്ളിയിലോട്ടേക്കാണ് പോകുന്നത്. ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് ഐഷ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ടാണ് അത് കണ്ടത്. പിന്നെ ഞാനും എന്താക്കി കുറേ സ്നാപ്പ് ഇങ്ങനെ വെറുതെ എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഐഷ പള്ളിയിലെത്തി. അവിടെ നിന്ന് 2 റക്അത്ത് ഇഹ്റാമിൻ്റെ നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് ഇഹ്റാമൊക്കെ കെട്ടി. ഉംറൻ്റെ സമയത്തുള്ള തവാഫിൽ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു തിരക്കിലായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അതുമല്ല നമ്മുടെ കൈയൊക്കെ മുട്ടിയിട്ട് ഉളുവൊക്കെ പോകണ്ട പറഞ്ഞിട്ട് ഉംറൻ്റെ തവാഫിൻ്റെ ടൈമിൽ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് സഫ മർവൻ്റെ ഇടയിൽ നടക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അങ്ങനെ തിരക്കില്ല, അങ്ങനെ കുറച്ച് സ്പേസൊക്കെ വിട്ടിട്ട് നല്ല വിശാലമായി നടക്കാനുള്ള സ്ഥലമാണ്. ഇത് വേറൊരു ടൈമിൽ നമ്മൾ നിസ്കരിക്കാൻ പോയിട്ടാകുമ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇരുന്നിട്ടുണ്ടാവും. ബാങ്ക് കൊടുക്കുമ്പോഴും ബാങ്ക് കൊടുക്കാനാവുമ്പോഴും ബാങ്ക് കൊടുത്തിട്ടായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇക്കാമത്ത് കൊടുക്കാൻ ഇത് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും ഖുർആൻ ഓതുന്നവർ ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലുന്നവർ ദിക്റെല്ലും, അങ്ങനെ ഓരോരാൾ ഓരോരോ ഇബാദത്തിലുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനെടുത്ത വീഡിയോ ആണിത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് സഫ മർവൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സഫ മർവൻ്റെ ഇടയിൽ നടക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് നോക്കിയെങ്കിൽ ഒരു ബ്ലാക്ക് ലൈൻ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സഫ മർവൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് ചൊല്ലി നിസ്കരിക്കാനുള്ള ടൈം ആയാൽ നമ്മൾ ആ ഒരു ലൈന് എങ്ങോട്ടാണോ അങ്ങോട്ട് നിൽക്കുക. അവിടെ നമുക്ക് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ഇമാമിൻ്റെ ഒപ്പം തന്നെ നിസ്കരിക്കാം. അപ്പോൾ ആ ഒരു ലൈനാണ് അത്. പിന്നെ ഈ ഒരു പച്ച ലൈൻ നിങ്ങൾക്കറിയാമല്ലോ, ആ പച്ച ലൈന് സ്റ്റാർട്ടാവുന്ന ഇടത്തു നിന്ന് നമ്മൾ ഓടാൻ തുടങ്ങണം. പുരുഷന്മാരാണ് ഓടാൻ തുടങ്ങേണ്ടത്. എന്നിട്ട് ആ പച്ച ലൈൻ കഴിയുമ്പോൾ അവർക്ക് നിർത്താം. സ്ത്രീകൾ സാധാരണ നടക്കും പോലെ തന്നെ നടന്നാൽ മതി.
പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അക്ബർ ഗ്രൂപ്പിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഷാൾ കാണാൻ പറ്റുന്നത്, അക്ബർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ സഫ പർവ്വതമാണ്. മർവ അപ്പുറത്തെ സൈഡും സഫ ഇപ്പുറത്തെ സൈഡും ആണ്. ഇത് ഉദൈവിയ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചിട്ടൊന്നും കാണാനില്ല, മലകളും മരങ്ങളും മരുഭൂമികളാണ് കാണാനുള്ളത്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ മലൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓരോ ദിക്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ദിക്ർ എഴുതി വെച്ചതാണ് കേട്ടോ ഈ മലൻ്റെ മുകളിൽ. ഇത് ഇങ്ങനെ എഴുതി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളുള്ളത് എവിടെയാണ്? ഹറമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഒരു ദിക്ർ ചൊല്ലിയാൽ നമുക്ക് 1,00,000 പ്രതിഫലമാണ്. ആ സമയത്ത് നമ്മൾ ഒരു ദിക്ർ കാണുമ്പോൾ നമുക്കൊരു ഓർമ്മ വരും അത് ചെല്ലണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കാണുമ്പോൾ നമ്മൾ ദിക്ർ ചെല്ലും. അപ്പോൾ നമുക്കത്ര കൂലി കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് ടാങ്കാണ്. അതായത് വെള്ളം നിറച്ചേക്കുന്ന നമ്മൾ ടാങ്കിൽ നിന്നൊക്കെ വരുന്ന ആ സാധനമാണ്. പ്രസവിച്ച വീടും നിന്നിരുന്ന ഭാഗം, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ള, അതുപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹ, അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഞങ്ങൾ ഉദൈവിയ പള്ളിക്കെത്തി. അപ്പോൾ അവിടെ തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് നിസ്കരിച്ചു. പിന്നെ ഈ പള്ളിയിലാണ് പണ്ട് നബിയൊക്കെ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ തൊടാനുള്ളതൊക്കെ ഭാഗ്യം കിട്ടി. ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി ഇത് ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, അത് നിങ്ങളും കൂടി കേട്ടോക്കൂ. പാറയുടെ ഉള്ളിലൂടെ കയറിയിട്ട് അവിടെയാണ് ഹിറാ ഗുഹയുള്ളത്, ഖുർആൻ ഇറങ്ങിയ ഗുഹ. നമ്മുടെ ഈ വലത് ഭാഗത്ത് കാണുന്നതാണ് മക്ക മ്യൂസിയം. മുമ്പ് വന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇവിടെയൊക്കെ 100 കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ വന്ന് നിർത്തി, ബസ്സുകൾ വന്ന് നിർത്തി മ്യൂസിയത്തിലൊക്കെ കയറിയിരുന്നു. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല, ഇവിടെ നിർത്താൻ പറ്റൂല. നിർത്തി വലത് ഭാഗത്ത് കാണുന്നതാണ് മക്ക മ്യൂസിയം എന്നറിയപ്പെടുന്ന മക്കയിലെ ഹുദൈബിയയിലെ മ്യൂസിയമാണ് ഈ കാണുന്നത്, മക്ക മ്യൂസിയം. പിന്നെ കുറച്ചു കാലം ഇവിടേക്ക് പേപ്പർ ശരിയാക്കിയിട്ടാണ് കയറിയിരുന്നത്. ഇപ്പൊ കയറാൻ പറ്റുന്നില്ല. കാണില്ലേ മ്യൂസിയം? ഇതാണ് മക്ക മ്യൂസിയം, ഈ വലത് ഭാഗത്ത് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഗേറ്റ്, ഈ കാണുന്ന ബിൽഡിങ്ങുകൾ വലതു ഭാഗത്ത് ഈത്തപ്പഴത്തോട്ടത്തിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ടാ? ഇതാണ് കാബയുടെ കില്ല ഉണ്ടാക്കുന്ന ബിൽഡിങ്. കാബയുടെ കിസ്ബാണ്ട് കില്ല കേട്ടിട്ടില്ലേ? ആ കറുത്ത കില്ല നിർമ്മിക്കുന്നത് ഇവിടെ വെച്ചുകൊണ്ടാണ്. 100 കണക്കിന് ജോലിക്കാര് 1 വർഷത്തോളം ജോലി ചെയ്ത് സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്വർണ്ണ നൂലുകളൊക്കെ നിർമ്മിക്കുന്നത്. ഒരുപാട് കിലോ സ്വർണം ഉപയോഗിച്ച് ആ കില്ല നിർമ്മിക്കുന്നത് ഈ ബിൽഡിങ്ങിൽ നിന്നാണ്, കാബയുടെ കില്ല. ഇവിടെ അടുത്തൊക്കെ നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും, ബുള്ളറ്റ് തട്ടിയാൽ പോലും, നമ്മൾ വെടിവെച്ചാൽ പോലും ഏൽക്കാത്ത കോലത്തിൽ അത്രയും സ്ട്രോങ് ഉള്ള കില്ലയാണ്. അപ്പോൾ ഇനി പാർട്ട് 3യും വരും. അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ടാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.